അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പാർട്ടിൻ്റെ ബാക്കി. അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളും നമ്മൾ നല്ല മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, മൂന്നാമത്തെ നിലയിലിപ്പോൾ ഞാൻ നിൽക്കുന്നു. മൂന്നാമത്തെ നിലയിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചരന്തിരിയും കൂടെ വല്ലാത്ത ശല്യമായിട്ടുണ്ട്. മൂന്നാമത്തെ നിലയിൽ ഇത് റൂമുണ്ട്, ഒരു റൂമുള്ളത്. രണ്ടാമത്തെ നിലയിൽ ഒരു റൂമുണ്ട്, ഒറ്റ റൂമുള്ളൂ. രണ്ടാമത്തെ നിലയിൽ ഒറ്റ റൂമുള്ളൂ, പക്ഷെ വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം ഒറ്റ റൂമുള്ളൂ. ഞാൻ നടക്കാൻ പറഞ്ഞു. ഇത് മറ്റേ ചെക്കിങ്ങാണ്, ഇതിലെന്തൊക്കെ ഇല്ലെന്ന് വെച്ചറിയാം കേട്ടോ. അപ്പം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മളത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ ഹാള്, ഒരു പെരക്ക ഹാളൊക്കെ ഉണ്ടാവില്ലേ, അതുതന്നെ. ഇവിടെ ഒരു റൂമിൽ ഇത്ര സാധനങ്ങളുണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ബുക്ക് സ്റ്റോർ, പിന്നെ ഒരു 2 ബെഡ്, പിന്നെ 2 ലൈറ്റ്. ഇതാണ് ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടലി. ഇത് വേറെ റൂം. ഈ റൂം അത്യാവശ്യം വലിപ്പമുണ്ടായതുകൊണ്ട് ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് മറ്റേ റൂമിൽ അത്ര ഒന്നുമില്ല കേട്ടോ. ക്രാഫ്റ്റിംഗ് ടേബിൾ, ബുക്ക് സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഹാളിലും ഉണ്ട് ബുക്ക് സ്റ്റോറും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഹാളിൽ ഇരിക്കണം എന്നൊക്കെയാണ് വെച്ചില്ലേ, അവിടെ ഇന്ന് ബുക്കും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് ഷെൽഫ്. പിന്നെ അടുത്ത റൂമിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഗ്യാപ്പില്ല, പക്ഷെ ഒരു ബെഡുണ്ട്. അതേപോലെ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ട്, ബുക്കിൻ്റെ ഇതും ഉണ്ട്, ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മളെ പേര വല്ലാതെ പുരോഗമിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. 3 നിലയുള്ളൊരു പെര, എന്താണേ നമ്മൾ പെരയുടെ വലിപ്പം. നമ്മൾ ആദ്യത്തെ പെര ഇതാണ് കേട്ടോ, ഏറ്റവും ആദ്യത്തെ പെര ഇതാണ്. പിന്നെ ഈ ക്യാമറ ചേഞ്ച് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇപ്പോഴും. മൊബൈലിൽ കളിച്ചവർക്കാണെങ്കിൽ പെരയുടെ വാതിലുണ്ട്, ഇപ്പോൾ വേറെ വാതിൽ വെച്ചാട്ടോ. മൊബൈലിൽ കളിച്ചവർക്കാണെങ്കിൽ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്യാമറ ചേഞ്ച് ചെയ്യണുണ്ടാവും. ഇപ്പം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ ടച്ച് എന്ന് പറയുന്നതുണ്ടാവും. അതിൽ കയറിയിട്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ കണ്ടില്ലേ ഗ്രീൻ കളർ കത്തില്ലേ, അതിൻ്റെ അടിയിലുണ്ടാവും ഈ കത്തിയ ഗ്രീൻ കളറല്ലേ, ഷോ ക്യാമറ പെർസ്പെക്റ്റീവ് ബട്ടൺ എന്നുണ്ടാവും. അത് ഓഫാണെങ്കിൽ അത് ഓണാക്കി ഇട്ടാൽ മതി. അത് ഓണാക്കി ഇട്ടാൽ അതേപോലത്തെ ഒരു ചിഹ്നം ഈ ഭാഗത്ത് വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പിടിച്ച് നിൽക്കിയാൽ മതി, നിങ്ങൾക്ക് ക്യാമറ ചേഞ്ച് ആവും. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടിയിലേക്ക് സ്റ്റെപ്പ് വെക്കണം. സ്റ്റെപ്പൊക്കെ നല്ല പണിയാട്ടോ. അത് ക്രിയേറ്റീവിലാകുമ്പോൾ വെക്കണം എന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ ആക്കിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിട്ടോ, നല്ല രീതിക്ക് പണിയെടുത്തിട്ടോ. സ്റ്റെപ്പ് ഉണ്ടാക്കി ചെയ്യാൻ ക്രിയേറ്റീവിലാണ് കിടക്കുന്നത്. ക്രിയേറ്റീവിൽ സ്റ്റെപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്, നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ. ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീടൊക്കെ പൊളിച്ചിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. സാധാ ഒരു ഇത്തിരി പോലെ പയ്യൻ്റെ വീട്. നമ്മളെ വരെ ആദ്യത്തെ വീടിനെക്കാട്ടിലും നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ വീടും അതിലത്തെ ചെസ്റ്റിത്തെ സാധനങ്ങളൊക്കെ അതിൽ തന്നെ നോട്ടോ. അതൊന്നും കുഴപ്പമില്ല. TNT ഫാമിംഗ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. ഒക്കെ അവിടെ തന്നെ നോട്ടെ. ഇങ്ങനെ പോകുന്നു. ഇവിടൊക്കെ സ്റ്റെപ്പ് വെച്ചെടുക്കണം, അല്ലെങ്കിൽ വില്ലേജേഴ്സിന് ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഒരു വില കരടി മുകളിൽ കൂടി പോകും. എന്നൊക്കെ പോകണുണ്ടോ കേട്ടോ.
അതേപോലെ പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് ഇവിടെ വെച്ചെടുക്കാം കേട്ടോ വില്ലേജേഴ്സിന്. നന്മയുണ്ട് എനിക്ക്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഇപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളെല്ലാവരും കണ്ടുമുട്ടുന്നതായിരിക്കും പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ വല്ലതും ലോങ് ആക്കിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ മൾട്ടിപ്ലെയർ വീഡിയോ അടുത്ത് ഇടാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. പറ്റാണെങ്കിൽ മൾട്ടിപ്ലെയർ വീഡിയോ അടുത്തുണ്ട്, നോക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ് ബൈ.